ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അങ്കിളിന്റെ ഉള്ളില് അർച്ചനായിട്ട് ഇവിടുന്ന് പോകണ്ടെന്ന് തന്നെ ആഗ്രഹം. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്തുകൊണ്ടോ അങ്കിളിനെന്ന് പറയാൻ പറ്റുന്നില്ല. ആരെയും അങ്കിൾ ഇത്രയ്ക്ക് പേടിക്കുന്നേ? എന്ത് വേണമെന്ന് എനിക്കറിയാം. നിങ്ങൾ വിഷമിക്കരുത്. സച്ചേട്ടനെ നിങ്ങൾ വേണം സമാധാനിപ്പിക്കാൻ. ഒന്നും ഉപേക്ഷിച്ച് പോവല്ല, ഞാൻ തിരിച്ചു വരും. എനിക്ക് എന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛാ. എല്ലാം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. അർച്ചനെ ഒന്ന് നിന്നേ. നീ ഇങ്ങോട്ട് പോവോ? അച്ഛൻ വല്ലാണ്ട് ചുമക്കുന്നുണ്ട്, എന്താ നോക്കട്ടെ. അച്ഛന്റെ കാര്യങ്ങളൊക്കെ ഇനി ഞാൻ നോക്കിക്കോളാം. നീ ഇടപെടണമെന്നില്ല. അച്ഛന്റെ കാര്യങ്ങളിൽ എപ്പോ ഇടപെടണം ഇടപെടണ്ടെന്ന് ഏടത്തി പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇവിടുന്ന് വൃന്ദാവനത്തിലേക്ക് പോയാലും ഈ വീടിന്റെ മരുമകളല്ലാതെ ആവുന്നില്ല.
എന്താ അച്ഛാ? യാത്രയാക്കാൻ ഇറങ്ങിയതായിരിക്കും. ആ അതെ, എന്താ സംശയം? താമസിയാതെ ഇതിനേക്കാൾ ഗംഭീരമായ ഒരു യാത്രയപ്പ് ചേച്ചിക്കും കിട്ടും. ചുമ വരുമ്പോ ഈ ടാബ്ലറ്റ് കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളല്ലേ? ഇനി എപ്പോഴെങ്കിലും ഇങ്ങനെ ചുമ വന്നാ അപ്പൊ തന്നെ ആ ടാബ്ലറ്റ് എടുത്ത് കഴിച്ചേക്കണം. ഇല്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വരും. ഇപ്പൊ ആശ്വാസമായോ? അച്ഛനുള്ളിൽ വല്ലാത്ത കുറ്റബോധമുണ്ട്. അതിന്റെ വെപ്രാളോ ഇത്. പക്ഷെ പുറത്തു കാണിക്കാൻ വയ്യല്ലോ. അങ്കിളിന്റെ ഉള്ളില് അർച്ചനായിട്ട് ഇവിടുന്ന് പോകണ്ടെന്ന് തന്നെ ആഗ്രഹം. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്തുകൊണ്ടോ അങ്കിളിനെന്ന് പറയാൻ പറ്റുന്നില്ല. ആരെയും അങ്കിൾ ഇത്രയ്ക്ക് പേടിക്കുന്നേ? അച്ഛനിപ്പോ ഒരു വാക്കച്ഛ ചേച്ചിയോട് പറഞ്ഞ ചേച്ചി പോവില്ല. അച്ഛ, അർച്ചനടുത്ത് പോകുന്നു അറിഞ്ഞപ്പോഴൊന്നും എനിക്ക് ഇത്രയും വിഷമം തോന്നിയിട്ടില്ല അച്ഛ. പക്ഷെ ഇപ്പൊ കുഞ്ഞിനെയും കൊണ്ട് എടുത്ത് ഇവിടുന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എടുത്ത് പോകണ്ടെന്നാണ് അച്ഛന്റെ മനസ്സിലെങ്കിൽ അത് അച്ഛൻ തുറന്നു പറഞ്ഞൂടെ? അച്ഛ, എല്ലാ പ്രശ്നവും അവസാനിക്കാൻ അച്ഛന്റെ ഒരു വാക്ക് മതി. അച്ഛ ചേച്ചി എന്നും ഈ വീട്ടിലുണ്ടാവും. അച്ഛാ, നിങ്ങൾ എല്ലാരും കൂടി എന്തിനാ ഇങ്ങനെ ഇവിടെ കൂടി നിന്ന് അച്ഛനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇത്രയും ബിൽഡപ്പ് ഇടുന്ന ആവശ്യമില്ല. എന്തോ തീരാ നഷ്ടം സംഭവിക്കാൻ പോകുന്ന പോലെയാ നിങ്ങൾ എല്ലാരും സംസാരിക്കുന്നത്.